മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്ന് DCC ഓഫീസിൽ വന്ന് സമരം ചെയ്തവർ കോൺഗ്രസ് പ്രവർത്തകരല്ലെന്നും അവർക്ക് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വർഗീയ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് അവരെ പുറത്താക്കിയത്. വർഗീയ കക്ഷികളോട് ഒരു കാരണവശാലും കൂട്ടില്ലെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണിത്. ഇത്തരക്കാരോട് ഒരു കാരണവശാലും സമരസപ്പെട്ടു പോകില്ല. DCC ഓഫീസിന് മുമ്പിൽ കോലവുമായി വന്ന് സമരം ചെയ്തതിന് അറസ്റ്റിലായവരെ ജാമ്യത്തിൽ ഇറക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുവെന്ന കാര്യത്തിൽ അന്വേഷിച്ച് അവർക്കെതിരെ കർശന നടപടിയെടുക്കും. KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രശ്നം അന്വേഷിക്കാൻ 2-അംഗ സമിതിയെ നിയമിച്ചുവെന്നും KSU സംസ്ഥാന നേതൃത്വവും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും DCC അധ്യക്ഷൻ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ വലിയ പ്രചരണമാണ് നടക്കുന്നത്. ജില്ലയിൽ കോൺഗ്രസിനുണ്ടായത് വലിയ മുന്നേറ്റമാണ്. അത് ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിലെ ഒരു വിഭാഗം BJPയുമായി ചേർന്ന് അവിടെ BJPയുടെ ലേബലിൽ സ്വതന്ത്രരായി ജയിച്ച 2 പേരെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് പാർട്ടി അംഗം കൂടിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. വർഗീയ കക്ഷികളുമായി യാതൊരു നിലയ്ക്കും കൂട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഉടനടി അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കുകയും അതിന് നേതൃത്വം കൊടുത്ത അന്ന് DCC ഭാരവാഹിയായിരുന്ന വ്യക്തിയെയും മണ്ഡലം പ്രസിഡന്റിനെയും പാർട്ടി പുറത്താക്കിയിട്ടുള്ളതാണ്. ഈ ജൂൺ 21-നാണ് 6 മാസം പൂർത്തിയായിട്ടുള്ളത്. പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കാനും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനും ബ്ലോക്ക് പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്ത് അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത് അവിടെ അവിശ്വാസം കൊണ്ടുവരും.